വ്യക്തി താൽപ്പര്യങ്ങളും ദുരുദ്ദേശങ്ങളും മൂലം രണ്ടാം വത്തിക്കാൻ സൂനഹദോസിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും സൂനഹദോസ് ഫ്രീമേസൺ അജണ്ടയാണെന്നും സൂനഹദോസിൻ്റെ പഠനങ്ങളിൽ തെറ്റുകളുണ്ടെന്നും പ്രചരിപ്പിക്കുന്ന ചില വിഭാഗങ്ങൾ പ്രബലപ്പെട്ട് വരുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ സൂനഹദോസിനെയും മാർപ്പാപ്പാമാരെയും തള്ളിപ്പറയുകയും സഭാ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഇക്കൂട്ടരെ പക്ഷെ തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ് താനും. മാതാവിനെയും വിശുദ്ധരെയും കൂട്ടുപിടിച്ചും സഭാ പ്രബോധനങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ടുമാണ് ഇക്കൂട്ടർ തെറ്റിദ്ധാരണകൾ പരത്തുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പായെ അന്ത്യക്രിസ്തുവിനോട് ഉപമിച്ചുകൊണ്ടുപോലും ഇത്തരക്കാർ നടത്തുന്ന കുപ്രചരണങ്ങൾ വിശ്വാസികൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തിരുസഭയുടെ പ്രബോധന അധികാരത്തെയും സൂനഹദോസുകളെയും സവിശേഷമായി രണ്ടാം വത്തിക്കാൻ സൂനഹദോസിനെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാസം അവതരിപ്പിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വ്യാഖ്യാനിക്കുവാനും അബദ്ധങ്ങളിൽ നിന്ന് അതിനെ രക്ഷിക്കുവാനും കത്തോലിക്കാ സഭയ്ക്കുള്ള ശാസനത്തിൻ്റെ പേരാണ് പ്രബോധനാധികാരം അഥവാ മജിസ്തേരിയം. ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള ദൈവവചനം ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള കടമ സജീവ പ്രബോധന അധികാരത്തിന് മാത്രമാണ് ഉള്ളത്. ഈശോ മിശിഹായുടെ നാമത്തിലാണ് ഈ അധികാരം വിനിയോഗിക്കപ്പെടുന്നത്. കാരണം എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവാനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകാനും താൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ ജനതകളെ പഠിപ്പിക്കുവാനുമായി ശിഷ്യന്മാരെ ലോകമെമ്പാടും അയക്കുന്നത് ഈശോ മിശിഹ തന്നെയാണ്. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനാകട്ടെ എന്നെ അയച്ചവനെ നിരസിക്കുന്നു എന്നാണ് മിശിഹ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. മിശിഹ ഭരമേൽപ്പിച്ച പ്രബോധന ദൗത്യം അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളും വിശ്വസ്തതാപൂർവം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. മിശിഹ പഠിപ്പിച്ചത് തങ്ങളുടെ പ്രബോധന അധികാരത്തിലൂടെ അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ സഭയിൽ ഇന്നും അനസ്യൂതം പ്രബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രബോധന അധികാരത്തിന് നൽകുന്ന വിശദീകരണം ഏറെ ശ്രദ്ധാർഹമാണ്. സഭയുടെ പ്രബോധനാധികാരം പക്ഷേ ദൈവവചനത്തിന് അതീതമല്ല, മറിച്ച് ദൈവവചനത്തിന് വിധേയമാണ്. ദൈവകൽപ്പനയാലും പരിശുദ്ധാരൂപിയുടെ സഹായത്താലും ദൈവവചനം ഭക്തിപുരസരം ശ്രവിച്ച് വിശുദ്ധമായി സംരക്ഷിച്ച് വിശ്വസ്തതാപൂർവം വിശദീകരിച്ച് ഭരമേൽപ്പിക്കപ്പെട്ടത് മാത്രം സഭ പഠിപ്പിക്കുന്നു. അവ മുഴുവൻ ഒരേ ഒരു വിശ്വാസ ഭണ്ഡാകാരത്തിൽ നിന്നും കോരിയെടുത്ത് ദൈവം വെളിപ്പെടുത്തിയവ എന്ന നിലയിൽ വിശ്വസിക്കേണ്ടവയായി പ്രഖ്യാപിക്കുകയാണ് സഭ എല്ലാ കാലങ്ങളിലും ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അധികാരം അപ്പസ്തോലന്മാർ ആധികാരികമായി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ തെളിവുകൾ ബൈബിളിൽ നടപടി പുസ്തകത്തിൽ ലഭ്യമാണ്. യൂദായിൽ നിന്നുള്ള ചിലർ മോശയുടെ നിയമമനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ സാധ്യമല്ല എന്ന് പഠിപ്പിച്ച സാഹചര്യത്തിൽ അത് പരിശോധിക്കുന്നതിനായി അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും ഒരുമിച്ചുകൂടി. AD 45 ജെറുസലേം സൂനഹദോസ് എന്നറിയപ്പെടുന്ന ആ കൂട്ടായ്മയിൽ ഈ വിഷയത്തെ ചൊല്ലി വലിയ വാദപ്രതിവാദം നടന്നപ്പോൾ പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, രക്ഷ പ്രാപിക്കുന്നതിൻ്റെ അടിസ്ഥാനം പരിച്ഛേദനമല്ല, കർത്താവിൻ്റെ കൃപയാണ് എന്ന് നാം വിശ്വസിക്കുന്നു. പരിച്ഛേദനത്തെപ്പറ്റി തീർപ്പ് കൽപ്പിച്ച ജെറുസലേം സൂനഹദോസ് പോലെ 21 സാർവത്രിക സൂനഹദോസുകളാണ് 20 നൂറ്റാണ്ടുകളിൽ സഭ വിളിച്ചു ചേർത്തത്. സഭയുടെ പ്രബോധനാധികാരം സാഘോഷം ഉപയോഗിക്കപ്പെടുന്നത് സൂനഹദോസുകളിലും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പ്രബോധനങ്ങളിലും ആണ്.
സാർവത്രിക സഭയുടെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച കാര്യങ്ങൾ ആധികാരികമായി പഠിപ്പിക്കാനും വേണ്ടി മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി ഒരുമിച്ച് ചേരുന്ന എല്ലാ മെത്രാന്മാരുടെയും സമ്മേളനമാണ് സാർവത്രിക സൂനഹദോസുകൾ അല്ലെങ്കിൽ എക്യുമെനിക്കൽ കൗൺസിലുകൾ. സഭയ്ക്ക് മുഴുവൻ ബാധകമായതിനാലാണ് അവയെ സാർവത്രികം എന്ന് വിശേഷിപ്പിക്കുന്നത്. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച കാര്യങ്ങളിൽ അപ്രമാദിത്വമുള്ള പ്രഖ്യാപനങ്ങൾ വരെ നടത്താൻ സാർവത്രിക സൂനഹദോസുകൾക്ക് സാധിക്കും. സാർവത്രിക സൂനഹദോസുകൾ വിളിച്ചുകൂട്ടുന്നതിന് നിശ്ചിത കാലാവധിയില്ല. ഓരോ കാലത്തും ഉണ്ടാകുന്ന ആവശ്യങ്ങൾ അനുസരിച്ചാണ് സൂനഹദോസ് വിളിച്ചുകൂട്ടുന്നത്. സൂനഹദോസ് നടന്ന സ്ഥലങ്ങളുടെ പേരുകളിലാണ് അവ അറിയപ്പെടുന്നത്. ആകെ നടന്ന 21 സൂനഹദോസുകളിൽ 8 പൗരസ്ത്യ ദേശങ്ങളിലും മറ്റുള്ളവയെല്ലാം പാശ്ചാത്യ ലോകത്തുമാണ് നടന്നിരിക്കുന്നത്. ഓരോ നൂറ്റാണ്ടിലും ഓരോ സൂനഹദോസ് വീതം എന്ന് ആലങ്കാരികമായി പറയാമെങ്കിലും സൂനഹദോസുകൾ നടക്കാത്ത തുടർച്ചയായ 3 നൂറ്റാണ്ടുകൾ വരെ സഭാചരിത്രത്തിലുണ്ട്. അതേസമയം 12, 13 നൂറ്റാണ്ടുകളിൽ 3 സൂനഹദോസുകൾ വീതം നടന്നിട്ടുമുണ്ട്. 21 സൂനഹദോസുകളിൽ ആദ്യത്തെ 8 നടന്നത് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൽ, അന്ന് ഏഷ്യ മൈനർ എന്നും ഇന്ന് ടർക്കി എന്നും വിളിക്കപ്പെടുന്ന പ്രദേശത്താണ്. ഈ സൂനഹദോസുകൾ വിളിച്ചുകൂട്ടിയത് റോമൻ അല്ലെങ്കിൽ ബൈസന്റൈൻ ചക്രവർത്തിമാരായിരുന്നു. ക്രൈസ്തവരെ ഒരുമിച്ച് നിർത്തുകയും അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക ഈ ക്രൈസ്തവ സാമ്രാജ്യങ്ങളിലെ ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്വങ്ങളായിരുന്നു. കോൺസ്റ്റന്റൈൻ, തെയഡോഷ്യസ് തുടങ്ങിയ രാജാക്കന്മാരെ കൂടാതെ പുൾക്കേറിയ, ഇരേന തുടങ്ങിയ രാജ്ഞിമാരും കത്തോലിക്ക സഭയുടെ ആധ്യാത്മിക ദൈവശാസ്ത്ര കാര്യങ്ങളിൽ പ്രത്യേക താൽപ്പര്യം പ്രകടിപ്പിച്ചവരാണ്. രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടിയ സൂനഹദോസുകൾ മാർപ്പാപ്പമാരുടെ അറിവോടെയുള്ളതോ അല്ലെങ്കിൽ പിന്നീട് മാർപ്പാപ്പമാർ അംഗീകരിച്ചവയോ ആണ്. മധ്യകാലഘട്ടമായപ്പോഴേക്കും മാർപ്പാപ്പമാർ തന്നെയാണ് സൂനഹദോസുകൾ വിളിച്ചുകൂട്ടാൻ മുൻകൈയെടുത്തത്. ചില മാർപ്പാപ്പമാർ രാജാക്കന്മാരോട് സൂനഹദോസുകൾ വിളിച്ചുകൂട്ടാൻ ആവശ്യപ്പെടുന്നതായും കാണാം. സൂനഹദോസുകൾ വിളിച്ചുകൂട്ടിയവരോ കൂടിയ സ്ഥലമോ ഒന്നുമായിരുന്നില്ല സർവപ്രധാനം, മറിച്ച് സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷണമായിരുന്നു. ആദ്യത്തെ 8 സൂനഹദോസുകൾ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലായിരുന്നു എങ്കിൽ പിന്നീടുള്ള 13 പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിലായിരുന്നു. അതും ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി എന്നീ 3 യൂറോപ്യൻ രാജ്യങ്ങളിൽ. നിഖ്യയിൽ ആരംഭിക്കുന്ന സത്യവിശ്വാസത്തിൻ്റെ വഴി പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൽ ആരംഭിച്ച് ഫ്രാൻസിലൂടെയും ജർമ്മനിയിലൂടെയും കടന്ന് ഇറ്റാലിയൻ പട്ടണങ്ങളിലെത്തി കത്തോലിക്ക സഭയുടെ കേന്ദ്രമായ റോമിലെ വത്തിക്കാനിൽ വന്നവസാനിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. സൂനഹദോസിൻ്റെ അവസാന തീരുമാനങ്ങൾക്കും നിശ്ചയങ്ങൾക്കും സൂനഹദോസ് മുഴുവൻ്റെയും അധികാരമുണ്ടായിരിക്കും. തിരുസഭയ്ക്ക് തെറ്റാവരമുള്ളതിനാലും മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും സംരക്ഷണമുള്ളതിനാലും വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ചുള്ള സൂനഹദോസ് തീരുമാനങ്ങൾക്ക് തെറ്റുവരികയില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാ, ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഇത് സ്വർഗാരോഹണത്തിന് മുൻപ് ഈശോ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ്. അപ്പസ്തോല സംഘത്തിനും അതിൻ്റെ തുടർച്ചയായ മെത്രാൻ സംഘത്തിനും വിശ്വാസ ധാർമ്മിക വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ തെറ്റുവരികയില്ല എന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയായിരുന്നു. സാർവത്രിക സൂനഹദോസിൽ മിശിഹായുടെ നാമത്തിൽ എല്ലാ മെത്രാന്മാരും സമ്മേളിച്ച് ഒരു സത്യം പഠിപ്പിക്കുമ്പോൾ സഭയുടെ തെറ്റാവരം അവിടെ കൂടുതൽ പ്രകടമാവുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 4 സൂനഹദോസുകളെ 4 സുവിശേഷങ്ങളോട് താരതമ്യം ചെയ്ത ഗ്രിഗറി മാർപ്പാപ്പയും നിഖ്യ സൂനഹദോസ് വഴി ദൈവം എന്ത് സംസാരിച്ചുവോ അതെന്നേക്കും നിലനിൽക്കുന്നു എന്നെഴുതിയ വിശുദ്ധ അത്തനാസിയൂസും
സഭയുടെ തെറ്റാവരത്തിൽ ആദ്യകാലം മുതലുള്ള വിശ്വാസത്തെയാണ് ഊന്നിപ്പറയുന്നത്. പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ മാർപ്പാപ്പയ്ക്ക് സവിശേഷമായുള്ള തെറ്റാവരവും ഇവിടെ ശ്രദ്ധാർഹമാണ്. എല്ലാ ക്രിസ്ത്യാനികളുടെയും അജപാലകനും ഗുരുനാഥനും എന്ന നിലയിൽ തൻ്റെ പരമമായ അപ്പസ്തോലിക അധികാരത്തിൽ സാർവത്രിക സഭയെ മുഴുവൻ ബാധിക്കുന്ന വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച് വിശുദ്ധ പത്രോസിന് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക സഹായത്താൽ മാർപ്പാപ്പയുടെ പഠനങ്ങൾക്ക് തെറ്റുപറ്റുകയില്ല. ദിവ്യരക്ഷകൻ തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന വരമാണ് ഇത്. സൂനഹദോസുകൾ വിളിച്ചുകൂട്ടുന്നതും സൂനഹദോസിൻ്റെ പഠനങ്ങളെ തിരുസഭയ്ക്കായി അംഗീകരിച്ചു നൽകുന്നതും മാർപ്പാപ്പമാരാണ് എന്നതിനാലും വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ചുള്ള സൂനഹദോസ് പഠനങ്ങൾ തെറ്റാവുകയില്ല എന്ന് സഭ ഉറച്ച് വിശ്വസിക്കുന്നു. വിശ്വാസ സാൻമാർഗിക വിഷയങ്ങൾക്ക് പുറത്തുള്ള മറ്റ് സൂനഹദോസ് പഠനങ്ങൾക്ക് തെറ്റാവരം ബാധകമല്ല. സത്യവിശ്വാസം എന്താണെന്നും അതെങ്ങനെ നിർവചിക്കണമെന്നും സംരക്ഷിക്കപ്പെടണമെന്നും സൂനഹദോസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. 325 നടന്ന നിഖ്യാ സൂനഹദോസ് ഈശോയുടെ ദൈവത്വത്തെയാണ് ഉറപ്പിച്ച് പഠിപ്പിച്ചത്. 381 ഒന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ ഊന്നിപ്പറഞ്ഞപ്പോൾ 431 എഫേസൂസ് സൂനഹദോസ് ഈശോയുടെ ഏക വ്യക്തിത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചു. 451 കാൽസിഡൻ സൂനഹദോസ് ഈശോ ദൈവവും മനുഷ്യനുമാണെന്ന് വ്യക്തമായി പഠിപ്പിച്ചു. 553 രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസിൽ ഈശോയുടെ ഏക വ്യക്തിത്വം ഒന്നുകൂടി ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു. 680-81 കാലയളവിൽ നടന്ന മൂന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസിൽ ഈശോയ്ക്ക് മാനുഷിക ദൈവിക ഇച്ഛകളുണ്ട് എന്ന സത്യം പഠിപ്പിച്ചു. 787 രണ്ടാം നിഖ്യാ സൂനഹദോസ് ഈശോയുടെ ഛായാചിത്രങ്ങൾ വണങ്ങുന്നതിൽ തെറ്റില്ല എന്ന് പഠിപ്പിച്ചപ്പോൾ 870 നാലാം കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസ് ബൈസന്റൈൻ പാത്രിയാർക്കേറ്റിലെ ഇഗ്നേഷ്യസും ഫോസിയൂസും തമ്മിലുള്ള അധികാര തർക്കമാണ് കൈകാര്യം ചെയ്തത്. അങ്ങനെ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിലെ ഏഷ്യ മൈനറിൽ നടന്ന ഈ 8 സൂനഹദോസുകൾ തിരുസഭയുടെ വിശ്വാസ സത്യങ്ങളെ വിശദമാക്കുന്നതും തെറ്റുകൂടാതെ അവയെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ഉള്ളവയായിരുന്നു. 1123 ഒന്നാം ലാറ്ററൻ, 1139 രണ്ടാം ലാറ്ററൻ, 1179 മൂന്നാം ലാറ്ററൻ, 1215 നാലാം ലാറ്ററൻ, 1512 മുതൽ 17 വരെ നടന്ന 5-ാം ലാറ്ററൻ സൂനഹദോസുകൾ പാപ്പാസ്ഥാനത്തിൻ്റെ പ്രാധാന്യത്തെയും പ്രസക്തിയെയും കുറിച്ച് വിശദമായി പഠിപ്പിച്ചു. 1245 ഒന്നാം ലിയോൺസ്, 1274 രണ്ടാം ലിയോൺസ്, 1311-12 കാലയളവിലെ വിയന്ന സൂനഹദോസ് എന്നിവ കുരിശ് യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. 1414 മുതൽ 1418 വരെ കോൺസ്റ്റൻസിൽ നടന്ന സൂനഹദോസിൽ പാപ്പാ സ്ഥാനത്തെക്കുറിച്ചും 1431 മുതൽ 45 വരെ ഫ്ലോറൻസിൽ നടന്ന സൂനഹദോസിൽ സൂനഹദോസിനേക്കാൾ പാപ്പാ സ്ഥാനത്തിനാണ് പ്രാധാന്യം എന്നതിനെക്കുറിച്ചും പഠിപ്പിച്ചു. പ്രൊട്ടസ്റ്റന്റ് നവീകരണം കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളെ ചോദ്യം ചെയ്തപ്പോഴാണ് 1545 മുതൽ 1563 വരെയുള്ള ട്രെൻഡ് സൂനഹദോസ് സമ്മേളിച്ചത്. 1869-70 കാലയളവിൽ നടന്ന ഒന്നാം വത്തിക്കാൻ സൂനഹദോസ് മാർപ്പാപ്പയുടെ അപ്രമാദിത്വത്തെക്കുറിച്ച് വിശദമായി പഠിപ്പിച്ചു. 1962-65 കാലയളവിൽ നടന്ന സാർവത്രിക സഭയിലെ അവസാനത്തേതും ഏറ്റവും വലുതുമായ രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് ആധുനിക ലോകത്തിൽ സഭയുടെ സ്ഥാനവും പ്രസക്തിയും ദൗത്യവുമെല്ലാമാണ് വിശദമാക്കിയത്. സഭയുടെ വിശ്വാസ പ്രബോധനത്തിൻ്റെ തുടർച്ചയും വ്യാഖ്യാനവും ആധികാരിക വിശദീകരണങ്ങളും നൽകിയ രണ്ടാം വത്തിക്കാൻ സൂനഹദോസിനെ അല്പം വിശദമായി തന്നെ ഒന്ന് പരിചയപ്പെടാം.
ലോക ചരിത്രത്തിൽ 2 മഹായുദ്ധങ്ങൾ വരുത്തിയ ഭീമമായ മാറ്റങ്ങൾ, കൊളോണിയലിസത്തിൻ്റെ തകർച്ച, 3ാം ലോകരാഷ്ട്രങ്ങളുടെ വളർച്ച, ആധിപത്യത്തിനു വേണ്ടിയുള്ള ലോകമഹാശക്തികളായ അമേരിക്കയുടെയും റഷ്യയുടെയും ശീതസമരം എന്നിവ 2ാം വത്തിക്കാൻ സുനഹദോസിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വൻ കുതിച്ചുചാട്ടവും തൽഫലമായി കൃഷി, വ്യവസായം എന്നിവയുടെ യന്ത്രവൽക്കരണവും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് വർദ്ധിക്കാൻ ഇടയായി. ലോകത്തിൽ അതിവേഗം സംഭവിച്ച ഈ മാറ്റങ്ങളെ വിവേചിച്ചറിഞ്ഞ് അഭിസംബോധന ചെയ്യേണ്ടത് തിരുസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളോടൊപ്പം തന്നെ ദൈവശാസ്ത്ര ചിന്താധാരകളും പ്രസ്ഥാനങ്ങളും 2ാം വത്തിക്കാൻ സുനഹദോസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1817 ജർമ്മനിയിലെ ട്യൂബിംഗനിൽ സ്ഥാപിതമായ ദൈവശാസ്ത്ര പീഠത്തിൻ്റെ ഉൾക്കാഴ്ചകളും വീക്ഷണങ്ങളും 2ാം വത്തിക്കാൻ സുനഹദോസിൽ പ്രകടമായിട്ടുണ്ട്. 2ാം വത്തിക്കാൻ സുനഹദോസിന് മുൻപ് കത്തോലിക്ക ദൈവശാസ്ത്ര മേഖലയിൽ രൂപം കൊണ്ട മറ്റൊരു പ്രമുഖ ചിന്താധാരയായ നവീന ദൈവശാസ്ത്രത്തിനും 2ാം വത്തിക്കാൻ സുനഹദോസിൻ്റെ പശ്ചാത്തല രൂപീകരണത്തിൽ നിർണായകമായ പങ്കുണ്ട്. സഭൈക്യത്തിനു വേണ്ടിയുള്ള ആഗ്രഹവും സഭൈക്യ രംഗത്തുണ്ടായ പ്രസ്ഥാനങ്ങളും ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും ആരാധനാക്രമത്തെക്കുറിച്ചുള്ള വൈവിധ്യം കലർന്ന ചിന്തകളുമെല്ലാം 2ാം വത്തിക്കാൻ സുനഹദോസിൻ്റെ രൂപപ്പെടലിന് വേഗത വർദ്ധിപ്പിച്ചു. ആധികാരികമായ വ്യാഖ്യാനങ്ങളും കാലഘട്ടത്തിനനുസൃതമായ പ്രബോധനങ്ങളും നൽകപ്പെടേണ്ടതുണ്ട് എന്ന് ജോൺ 23 മാർപ്പാപ്പയ്ക്ക് ബോധ്യം വരാൻ ഇപ്പറഞ്ഞവയെല്ലാം കാരണമായി തീർന്നു. (1959) ജനുവരി 25 വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തര ദിവസത്തിലാണ് പുതിയ ഒരു സാർവത്രിക സുനഹദോസിനെ കുറിച്ചുള്ള ചിന്ത ജോൺ 23 മാർപ്പാപ്പ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. 1961 ഡിസംബർ 25 ഹ്യൂമാനെ സലൂത്തിസ് എന്ന രേഖയിലൂടെ മാർപ്പാപ്പ സുനഹദോസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ സുവിശേഷവുമായി ബന്ധപ്പെടുത്തുകയാണ് സുനഹദോസിൻ്റെ ലക്ഷ്യം എന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി. മിശിഹായുടെ സഭയുടെ തനിമ മനസ്സിലാക്കാൻ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക, കാലഘട്ടത്തിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കി സഭയെ നവീകരിക്കുക, റിസോഴ്സ്മെൻറ്റ് അജിയോർണമെന്തോ എന്നീ അടിസ്ഥാനപരമായ വീക്ഷണങ്ങളാണ് പരിശുദ്ധ പിതാവിന് അന്നുണ്ടായിരുന്നത്. ചരിത്രത്തിൽ ഏറ്റവും നല്ല ഒരുക്കത്തോടെയാണ് 2ാം വത്തിക്കാൻ സുനഹദോസ് നടന്നത്. 3 വർഷങ്ങൾ ഒരുക്കത്തിനായി തന്നെ മാറ്റിവെച്ചു. ദൈവശാസ്ത്രജ്ഞരും മറ്റ് വിദഗ്ധരുമടങ്ങുന്ന 800ഓളം പേർ സുനഹദോസിൻ്റെ അജണ്ട തയ്യാറാക്കുന്നതിനായി പ്രവർത്തിച്ചു. അകന്ന ഒരുക്കത്തിൻ്റെ ഭാഗമായി ഒരു 12 അംഗ കമ്മീഷനാണ് 1959 പന്തക്കുസ്താ ദിനത്തിൽ ആദ്യം നിയോഗിക്കപ്പെട്ടത്. 1960 പന്തക്കുസ്താ ദിനത്തിൽ സുനഹദോസിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കമ്മീഷനുകളും 3 കാര്യാലയങ്ങളും സ്ഥാപിച്ചു. ഇവയെ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്ര കമ്മിറ്റിയും ഉണ്ടായിരുന്നു. മാർപ്പാപ്പ തന്നെയായിരുന്നു കേന്ദ്ര കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇവയുടെ എല്ലാം മേൽനോട്ടത്തിൽ 71 കരട് രേഖകൾ തയ്യാറാക്കപ്പെട്ടു. സുനഹദോസിൻ്റെ 1ാമത്തെ സമ്മേളനത്തിന് ശേഷം അവയെ 17 രേഖകളായി ക്രോഡീകരിച്ചു. ഇവയാണ് സുനഹദോസ് സമാപിച്ചപ്പോൾ 16 രേഖകളായി പ്രഖ്യാപിച്ച് പരസ്യപ്പെടുത്തിയത്. തയ്യാറെടുപ്പിൻ്റെ കാലത്ത് ചിന്തിക്കാതിരുന്ന രേഖകളും ഇവയിലുണ്ട്. കമ്മീഷനുകൾ തയ്യാറാക്കിയ രേഖകൾ സുനഹദോസ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും മെത്രാന്മാരുടെ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ അവ പുതുക്കി എഴുതുകയും ചെയ്യും. പുതുക്കി എഴുതിയ രേഖകൾ മെത്രാന്മാരുടെ വോട്ടെടുപ്പിലൂടെയാണ് അംഗീകരിക്കപ്പെട്ടിരുന്നത്. 1962 ഒക്ടോബർ 11 ജോൺ 23 മാർപ്പാപ്പ സുനഹദോസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 1963 ജൂൺ 3 ജോൺ 23 മാർപ്പാപ്പ ദിവംഗതനായപ്പോൾ സുനഹദോസ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു.
പോൾ ആറാമൻ മാർപ്പാപ്പ ചുമതലയേറ്റ ശേഷം 1963 സെപ്റ്റംബർ 29 സൂനഹദോസിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ചു. സൂനഹദോസിൻ്റെ 4 സമ്മേളനങ്ങൾ പൂർത്തിയാക്കി 1965 ഡിസംബർ 8 2ാം വത്തിക്കാൻ സൂനഹദോസ് പര്യവസാനിക്കുകയും ചെയ്തു. ഇതര സൂനഹദോസുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില സവിശേഷതകൾ 2ാം വത്തിക്കാൻ സൂനഹദോസിന് ഉണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. 1. അബദ്ധ സിദ്ധാന്തങ്ങൾ തിരുത്തുന്നതിനോ ദൈവശാസ്ത്ര വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നതിനോ ആയിരുന്നില്ല, മറിച്ച് സഭയുടെ തന്നെ നവീകരണത്തിനായിട്ടുള്ളതായിരുന്നു 2ാം വത്തിക്കാൻ സൂനഹദോസ്. 2. 2ാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ ആഭിമുഖ്യം സൈദ്ധാന്തികമോ ദൈവശാസ്ത്രപരമോ എന്നതിനേക്കാൾ അജപാലനപരമായിരുന്നു. 3. സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുത്ത സൂനഹദോസാണ് ഇത്. 2600-ലധികം മെത്രാന്മാർ തന്നെ ഇതിൽ അംഗങ്ങളായിരുന്നു. അവരെല്ലാവരും തന്നെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു. 4. സൂനഹദോസിൽ സംബന്ധിച്ച 4 പേർ പിന്നീട് മാർപ്പാപ്പമാരായി തീർന്നു. പോൾ ആറാമൻ, ജോൺ പോൾ ഒന്നാമൻ, ജോൺ പോൾ രണ്ടാമൻ, ബെനഡിക്റ്റ് 16 എന്നിവർ സൂനഹദോസിൽ പങ്കെടുത്തവരാണ്. 5. സൂനഹദോസിൻ്റെ നിരീക്ഷകരായി അകത്തോലിക്കരും ഇതിൽ പങ്കെടുത്തിരുന്നു. 6. ആത്മായ പ്രാതിനിധ്യവും സൂനഹദോസിൽ ഉണ്ടായിരുന്നു. നിരീക്ഷകരായി പങ്കെടുത്ത 52 ആത്മായരിൽ 10 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 23 സ്ത്രീകളും ഉണ്ടായിരുന്നു. 7. ആധുനിക വാർത്താ വിനിമയ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയ ആദ്യത്തെ സൂനഹദോസാണ് ഇത്. 8. അന്നുവരെ ഏറ്റവും കൂടുതൽ രേഖകളുണ്ടായിരുന്ന ട്രെൻഡ് സൂനഹദോസിനേക്കാൾ ഇരട്ടി രേഖകൾക്ക് 2ാം വത്തിക്കാൻ സൂനഹദോസ് രൂപം കൊടുത്തു. 16 പ്രമാണ രേഖകളാണ് 2ാം വത്തിക്കാൻ സൂനഹദോസിനുള്ളത്. 16 എണ്ണവും ഒരേ സ്വഭാവത്തിലുള്ളതല്ല. കോൺസ്റ്റിറ്റ്യൂഷനുകൾ, ഡിക്രികൾ, ഡിക്ലറേഷനുകൾ എന്നിങ്ങനെയാണ് രേഖകളെ തരംതിരിച്ചിരിക്കുന്നത്. ദൈവവചനത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും വിശുദ്ധമായ ആരാധനാക്രമത്തെക്കുറിച്ചും ആധുനിക ലോകത്തിലെ സഭയെക്കുറിച്ചുമുള്ള 4 കോൺസ്റ്റിറ്റ്യൂഷനുകളാണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സാമൂഹ്യ മാധ്യമങ്ങൾ, പൗരസ്ത്യ സഭകൾ, സഭ ഐക്യം, മെത്രാന്മാർ, വൈദിക പരിശീലനം, സന്യാസ ജീവിതം, അൽമായ പ്രേഷിതത്വം, വൈദികർ, പ്രേഷിത പ്രവർത്തനം എന്നീ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന 9 ഡിക്രികളാണ് 2ാമത്തെ ഗണത്തിൽ വരുന്നത്. അവസാനമായി 3 പ്രഖ്യാപനങ്ങൾ വിദ്യാഭ്യാസത്തെയും അക്രൈസ്തവ മതങ്ങളെയും മതസ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ളവയാണ്. സഭ എന്താണെന്നും ക്രിസ്തീയ വിശ്വാസം എന്താണെന്നും വിശ്വാസത്തെയും ധാർമ്മികതയെയും സംബന്ധിച്ച് മാത്രമല്ല, മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളെക്കുറിച്ചുമെല്ലാം സഭ എന്തു പഠിപ്പിക്കുന്നു എന്നും സൂനഹദോസ് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ദൈവശാസ്ത്രപരവും താത്വികവും നൈയാമികവുമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഗൗരവപൂർണമായ ഒരു അധ്യാപന ഭാഷ ഈ രേഖകൾക്ക് സ്വന്തമായിട്ടുണ്ട്. അതിനാൽ തന്നെ ലാഘവത്തോടെയുള്ള ഉപരിപ്ലവ വായനകൾക്ക് ഈ പ്രമാണ രേഖകളെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഈ രേഖകളുടെ വ്യാഖ്യാനവും പഠനവും വിചിന്തനവും ഏറെ ശ്രദ്ധയോടുകൂടി നടത്തപ്പെടേണ്ടവയാണ്. അന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും ദൈവശാസ്ത്ര ആഭിമുഖ്യങ്ങളെയും ചിന്താരീതികളെയുമെല്ലാം ഇളക്കി മറിച്ചുകൊണ്ടാണ് 2ാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രബോധനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതിനാൽ തന്നെ സൂനഹദോസിൻ്റെ പ്രമാണരേഖകളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നത് തന്നെ വലിയ ചർച്ചാവിഷയമായിരുന്നു. ദൈവശാസ്ത്രജ്ഞരുടെ ഇടയിൽ 2 തരം വ്യാഖ്യാനങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. ഒരു വിഭാഗം
രണ്ടാം വത്തിക്കാൻ സൂനഹദോസിനെ തനതായ ഒരു പാത വെട്ടിത്തുറന്ന ഒന്നായി കാണുകയും മറ്റ് സൂനഹദോസുകളുടെ തുടർച്ച എന്നതിനേക്കാൾ വ്യതിരിക്തമായ ഒന്നായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. മറ്റൊരു വിഭാഗം പരമ്പരാഗത രീതിയിൽ തന്നെ സൂനഹദോസിൻ്റെ പ്രബോധനങ്ങളെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും ശ്രമിച്ചു. ആദ്യത്തെ കൂട്ടരെ പുരോഗമനവാദികളായും രണ്ടാമത്തെ കൂട്ടരെ പാരമ്പര്യവാദികളായും വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കാം. സൂനഹദോസ് സമാപിച്ച ഉടനെ പുരോഗമനവാദപരമായ വ്യാഖ്യാനങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു എങ്കിലും തുടർന്ന് പരമ്പരാഗത രീതിയിലുള്ള വ്യാഖ്യാനമാണ് കൂടുതൽ സ്വീകരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തത്. സൂനഹദോസ് രേഖകൾക്ക് ഇപ്രകാരം രണ്ട് രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ രൂപപ്പെട്ടപ്പോൾ 1985 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റോമിൽ മെത്രാന്മാരുടെ ഒരു സിനഡ് വിളിച്ചുകൂട്ടി. സൂനഹദോസിൻ്റെ പഠനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രസ്തുത സിനഡ് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. അവ ഏതൊക്കെയാണ് എന്ന് ഒന്ന് പരിശോധിക്കാം. 1. സൂനഹദോസിൻ്റെ വിവിധ പ്രമാണരേഖകൾ തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും അവയുടെ വ്യാഖ്യാനത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. 2. സൂനഹദോസിൻ്റെ സൈദ്ധാന്തികവും അജപാലനപരവുമായ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും നിലനിർത്തണം. 3. സൂനഹദോസിൻ്റെ പഠനങ്ങൾ വിലയിരുത്തുമ്പോൾ മുൻകാല സൂനഹദോസുകളെയും പരിഗണിക്കണം. 4. സൂനഹദോസിൻ്റെ പ്രമാണരേഖകളെ വ്യാഖ്യാനിക്കാനുള്ള താക്കോൽ ആദ്യത്തെ 4 കോൺസ്റ്റിറ്റ്യൂഷനുകളാണ്. 5. സഭയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സൂനഹദോസിനെ വ്യാഖ്യാനിക്കേണ്ടത്. രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് മറ്റ് സൂനഹദോസുകളുടെ തുടർച്ചയാണ്. 6. ഇക്കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാവുന്ന രീതിയിൽ സൂനഹദോസിനെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യണം. സൂനഹദോസ് രേഖകൾ എഴുതപ്പെട്ട തിരുലിഖിതങ്ങളായ ബൈബിളിനോടൊപ്പം തന്നെ എഴുതപ്പെടാതെ സഭയിലൂടെ തുടരുന്ന പാരമ്പര്യങ്ങളെയും ആദിമ ആരാധനാക്രമങ്ങളെയും വിശുദ്ധരും വിജ്ഞാനികളുമായ സഭാപിതാക്കന്മാരുടെ ഉപദേശങ്ങളെയും മുൻകാല സൂനഹദോസുകളുടെയും മാർപ്പാപ്പാമാരുടെയും പഠനങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് വിശകലനങ്ങളും പ്രബോധനങ്ങളും നൽകിയിരിക്കുന്നത്. അതിനാൽ അവയുടെ വ്യാഖ്യാനത്തോട് സത്യസന്ധമായ സമീപനമായിരിക്കണം ഓരോ വിശ്വാസിയും പുലർത്തേണ്ടത്. സൂനഹദോസ് നടന്ന കാലഘട്ടങ്ങളിൽ മാത്രമല്ല അതിനുശേഷവും ഇപ്പോഴും സൂനഹദോസിനെയും സൂനഹദോസിൻ്റെ പഠനങ്ങളെയും തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട്. ബൈബിൾ മാത്രം മതി എന്ന പ്രൊട്ടസ്റ്റന്റ് ആശയധാരകളെ പിന്തുടരുന്നവരും സൂനഹദോസ് രേഖകളെ പാരമ്പര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന കത്തോലിക്കരും ഇക്കൂട്ടത്തിലുണ്ട്. ഇവരുടെ എല്ലാം സ്വാധീനത്തിൽപ്പെട്ട് രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് ആരുടെയൊക്കെയോ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കഠിനയത്നത്തിലാണ് പലരും. എന്നാൽ ക്രൈസ്തവ ലോകത്തിലേക്ക് ഒരു പുലർകാല വെളിച്ചം പോലെ കടന്നു വന്ന പുത്തൻ പന്തക്കുസ്ത ആയിരുന്നു രണ്ടാം വത്തിക്കാൻ സൂനഹദോസ്. എല്ലാവരെയും അത് തൊട്ടുണർത്തി. വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കാനും മുറിവുകളെ മറക്കാനും അത് നമ്മെ പഠിപ്പിച്ചു. ക്രിസ്തീയതയുടെ അടിത്തറ സ്നേഹവും ഒരുമയുമാണ് എന്ന് രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചു. വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വികലവും ഏകപക്ഷീയവുമായ രീതിയിൽ ഈ മഹത്തായ പരിശുദ്ധാത്മ പ്രവൃത്തിയെ വ്യാഖ്യാനിക്കുന്നവർ കത്തോലിക്ക വിശ്വാസത്തെ തന്നെയാണ് കളങ്കപ്പെടുത്തുന്നത്. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.